നമസ്കാരം. നമസ്തേ. കേരള രാഷ്ട്രീയത്തെ ഇപ്പോൾ പിടിച്ചുകുലുക്കുന്ന ഒരു കേസാണ് കരിമണൽ കേസ്, CMRL കരിമണൽ കേസ്. ഇപ്പം പുതുതായി വരുന്നൊരു വാർത്തകളനുസരിച്ച് കരിമണൽ കേസുമായി ബന്ധപ്പെട്ട് കരിമണൽ കർത്തയ്ക്ക് RSSുമായിട്ട് ബന്ധമുള്ള ഒരാളാണെന്നുള്ള തരത്തിലൊക്കെ വാർത്തകളുണ്ട്. ശരിക്കും ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്? CMRL എന്ന കമ്പനി, നമ്മൾ ഈ കരിമണൽ കമ്പനി എന്ന് പറയുന്നത്, അതിന്റെ പേര് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് ലിമിറ്റഡ് എന്നുള്ള കമ്പനി. ആ CMRLന്റെ ഉടമസ്ഥനാണ് ശശിധരൻ കർത്ത. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ സഹോദരനായ രാജൻ കർത്ത, ഇവർ രണ്ടുപേരുമാണ് മുഖ്യമായിട്ടും ആ കമ്പനി നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ മകനാണെന്ന് തോന്നുന്നു ഇപ്പൊ MD ആയിട്ടുള്ളത്. ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ഇപ്പോഴും ഈ വിഷയത്തിൽ നമ്മുടെ ചർച്ചകളൊക്കെ കേന്ദ്രീകരിക്കുന്നത് പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് ഈ കമ്പനി നൽകിയ കോഴപ്പണം അല്ലെങ്കിൽ മാസപ്പടി എന്ന് പറയുന്ന, അവർ ചെയ്യാത്ത സേവനങ്ങൾക്ക് ഒരാൾക്ക് പണം നൽകുമ്പോൾ അത് കോഴയാകാനാണല്ലോ സാധ്യത. അത് ഗ്രാഫ്റ്റ് എന്ന് പറയുന്ന, ഇംഗ്ലീഷിൽ പറയുന്ന ഒരു അനധികൃത ഇടപാടാണ് എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഇതൊക്കെ വരുമ്പോൾ ഇതിൽ ഒരുപാട് ദുരൂഹതകൾ ബാക്കി നിൽക്കുന്നു. ആ ദുരൂഹത ഞാൻ പിണറായി വിജയനും മകളും നിശ്ചയമായിട്ടും ഈ കേസിൽ അവരുടെ പങ്ക് എന്താണെന്നുള്ളത് നിശ്ചയമായിട്ടും അന്വേഷിക്കണം. അവര് പ്രഥമ ദൃഷ്ട്യാ അവർ തെറ്റു ചെയ്തു എന്നുള്ള സൂചനയാണ് നമുക്ക് കിട്ടുന്നത്. അത് പൂർണ്ണമായും തെളിയിക്കപ്പെടുകയാണെങ്കിൽ നിശ്ചയമായിട്ടും കഠിനമായ ശിക്ഷ നൽകേണ്ട കേസ് തന്നെയാണ്. അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഒരു ദയയും അവർ അർഹിക്കുന്നുമില്ല. പക്ഷെ അതിനൊപ്പം മറ്റൊരു വിഷയം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്, പലരും ഒരുപാട് സംശയം പ്രകടിപ്പിക്കുന്നു. ഈ കേസിന്റെ ഒരു വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ വിവരങ്ങളൊക്കെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് നൽകിയത്, ഈ തങ്ങൾ പലർക്കും പണം കൊടുത്തു, രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കന്മാർക്കും പണം കൊടുത്തു എന്ന വിശദാംശങ്ങൾ പുറത്തുവിട്ടത് ഈ കമ്പനി തന്നെയാണ്. അപ്പോ അതങ്ങനെ ചുമ്മാതെ പുറത്തു വിടും, അതിലെന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണമല്ലോ. പക്ഷെ അതൊക്കെ ചെയ്യുമ്പോഴും ഈ കമ്പനിയുടെ ഉടമസ്ഥര്, അതായത് കമ്പനി ഈ ശശിധരൻ കർത്തായുടെ മകളെയും ഭാര്യയെയും മകനെയും ഉൾപ്പെടെയുള്ളവരെ എതിരെ ED ശക്തമായ ചോദ്യം ചെയ്യലിലേക്ക് നീങ്ങുന്നതായിട്ടാണ് വാർത്തകൾ വരുന്നത്. ഇവിടെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകുന്നു. ചില സംശയങ്ങൾ ചിലർ ഉന്നയിക്കുന്നത്, തീർച്ചയായിട്ടും വർഷങ്ങളായിട്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായിട്ടും അനുബന്ധ പ്രസ്ഥാനങ്ങളുമായിട്ടും വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ് ഈ ശശിധരൻ കർത്ത. അദ്ദേഹത്തിന്റെ ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് തന്നെ രാഷ്ട്രീയ സ്വയംസേവക് സംഘത്തിന്റെ കേരളത്തിലെ ഉന്നത നേതാക്കന്മാരിൽ ഒരാൾ ഉണ്ടായിരുന്നു, ഉപദേശകനായിട്ട്. എല്ലാ കമ്പനികളിലും എന്നല്ല ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന്റെ അനുബന്ധ കമ്പനികൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. RSSന്റെ പരിപാടികൾ പോലും ശശിധരൻ കർത്ത പങ്കെടുക്കുമായിരുന്നു. ഈ പണം കൊടുത്തവരുടെ ലിസ്റ്റിൽ BJP നേതാക്കന്മാരുണ്ട്, RSS നേതാക്കന്മാരുണ്ട്, ജന്മഭൂമിയുണ്ട്. ഇതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയൊക്കെയാണ് വാർത്തകൾ പുറത്തു വന്നിരുന്നത്. പക്ഷേ ഇത്ര കർശനമായിട്ട് ഈ കർത്തയുടെ കുടുംബത്തിന് നേരെ എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ നീങ്ങുന്നു എന്നൊരു ഉത്തരം കിട്ടാത്ത ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നു. അതായത് ചില വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ചില നിഗമനങ്ങളിൽ എത്തിച്ചേരുമ്പോൾ നമുക്ക് നിശ്ചയമായിട്ടും തോന്നുന്ന ഒരു വസ്തുത, എന്താണ് ഈ കരിമണൽ കമ്പനി, അതായത് CMRL നടത്തിയ മണി ലോണ്ടറിങ്ങിന് പിന്നിലുള്ള കാരണങ്ങൾ, നടത്തിയെന്ന് പറയപ്പെടുന്ന മണി ലോണ്ടറിങ്, അത് തെളിയിക്കണം. ഇവിടെയാണ് ഇതിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ചില ഗൗരവമേറിയ ചില സംശയങ്ങൾ ഉണ്ടാകും. ഈ കമ്പനി കൈകാര്യം ചെയ്യുന്ന അസംസ്കൃത വസ്തുവായ കരിമണൽ, അത് തോറിയം എന്ന അമൂല്യമായ ലോഹം ഉൾപ്പെടുന്ന ഒരു അസംസ്കൃത വസ്തുവാണ്. തോറിയം എന്നത് ഇന്ന് ലോകത്തിന്റെ ഊർജ പ്രതിസന്ധികൾക്കെല്ലാം മറുപടി തരുന്ന ഒരു വലിയ ഉത്തരമാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ക്വാളിറ്റി തോറിയം ഉള്ളത് ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ പഞ്ചായത്തിൽ, അതായത്
അങ്ങ് വലിയഴീക്കൽ തൊട്ട് തോട്ടപ്പള്ളി സ്പിൽവേ വരെ നീളുന്ന ഒരു പ്രദേശത്ത് അവിടെ പലയിടത്തും കരിമണൽ കർത്തായുമായി ബന്ധപ്പെട്ട ചില വ്യക്തികൾ അവിടെയൊക്കെ തന്നെ വസ്തു വാങ്ങിച്ചു കൂട്ടിയതായിട്ട്, അതിൽ ചില CPM-ന്റെ നേതാക്കന്മാരുണ്ടായിരുന്നു. അച്യുതാനന്ദൻ ആലപ്പുഴ ജില്ലയിലെ നമ്മൾ വിചാരിക്കുന്നതല്ല, പിണറായി വിഭാഗത്തിന്റെ അല്ല, അച്യുതാനന്ദൻ വിഭാഗത്തിന്റെ നേതാവായിരുന്ന ഒരു DYFI നേതാവ്, അയാൾക്കെതിരെ ആയിരുന്നു അന്ന് ഈ ആരോപണമെല്ലാം വന്നു. ആ വ്യക്തി പിന്നീട് DYFIയിൽ നിന്ന് രാജിവെക്കുകയും, നിങ്ങൾ അതിശയിക്കുന്നത് കേട്ടാൽ ചിരി വരുന്നതും അതിശയം തോന്നുന്നതുമായിട്ട് ഒരു സംഭവ വികാസം പിന്നീടുണ്ടായി. അദ്ദേഹം മുസ്ലിം ലീഗിൽ ചേർന്നു. അപ്പോ ഇതിലെ ഈ കരിമണൽ കമ്പനിയുടെ ബന്ധങ്ങളുടെ ഒരു ആഴവും പരപ്പും കടലിലെ കരിമണലിനേക്കാൾ വിചിത്രമാണ്. ഒരു ഭാഗത്ത് RSSുമായിട്ട് വലിയ ബന്ധം പുലർത്തിയിരുന്ന ആ ശശിധരൻ കർത്തായിക്ക് വളരെ അടുത്ത ബന്ധം അദ്ദേഹത്തിന് മന്ത്രിയായ കുഞ്ഞാലിക്കുട്ടിയുമായിട്ടും ഉണ്ട് എന്നുള്ള വാർത്തകൾ ഒരുപാട് പുറത്തു വന്നു. അത് അദ്ദേഹം പരസ്പര യോജിക്കാത്ത ധ്രുവങ്ങളെ യോജിപ്പിക്കുന്ന ഒരു മഹത്തായ ഒരു പ്രവൃത്തിയാണോ അദ്ദേഹം ചെയ്തതെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന്റെ അനുകൂലികൾക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഈ തോറിയം എന്ന ഒരു ലോഹം, ഒരു അമൂല്യ ലോഹം, അത് വെറും ഊർജാവശ്യത്തിന് മാത്രമാണ് തോറിയം. ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും ഒരു വാർത്ത വായിച്ചാണ്, ഇന്ത്യയുടെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ കൽപ്പാക്കത്ത്, തമിഴ്നാട്ടിലുള്ള കൽപ്പാക്കത്തുള്ള പ്രോട്ടോ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ക്രിട്ടിക്കലായി എന്നുള്ളത്. ക്രിട്ടിക്കലായെന്ന് വെച്ചാൽ അസുഖം ഇല്ലാതായി എന്നല്ല അർത്ഥം. ന്യൂക്ലിയർ രംഗത്ത് ക്രിട്ടിക്കൽ ആയി, റിയാക്ടർ ബിക്കംസ് ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞാൽ, ടേൺസ് ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ നിയന്ത്രിതമായ ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ നടത്തുന്നതിൽ അവിടെ വിജയിച്ചു, അവിടെ പ്രവർത്തനം തുടങ്ങിയെന്ന്. അങ്ങനെ പ്രവർത്തനം തുടങ്ങുമ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഞെട്ടിയിരിക്കുന്നത് പാകിസ്ഥാനാണ്. കാരണം പാകിസ്ഥാൻ ഒരു കാര്യം പറഞ്ഞു, അത് പാകിസ്ഥാൻ മാത്രമല്ല എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്, പക്ഷെ അവരാണ് അത് ഉയർത്തിയത്. അതായത് ഒരു ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൽ നിന്ന് ലഭിക്കുന്ന ആണവ ഇന്ധനം, അതായത് ഈ തോറിയത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ പ്ലൂട്ടോണിയം ആക്കി മാറ്റും. അങ്ങനെ പ്ലൂട്ടോണിയം ആക്കി മാറ്റുമ്പോൾ അത് വെപ്പൺസ് ഗ്രേഡ് ഫിസൈൽ മെറ്റീരിയൽ, അതായത് ന്യൂക്ലിയർ ആയുധങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫിസൈൽ മെറ്റീരിയൽ ആയിട്ട് അത് മാറുകയും, അതാണ് ഈ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിന്റെ ഗുണം. കൽപ്പാക്കത്തെ ഒരു ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൽ നിന്ന് നമ്മൾ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന പ്ലൂട്ടോണിയം കൊണ്ട് 40 ന്യൂക്ലിയർ ബോംബുകൾ നമുക്കുണ്ടാക്കാം. ഈ കൽപ്പാക്കത്തെ റിയാക്ടർ കൂടാതെ ഇപ്പോൾ അതിവേഗം 2 ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകളിലൂടെ ഇന്ത്യ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ചുരുക്കി പറഞ്ഞാല് ഒരു വർഷം സുഖമായിട്ടൊരു 120 അണുവായുധം ഉണ്ടാക്കാനുള്ള പ്ലൂട്ടോണിയം ഇന്ത്യക്ക് ഈ 3 റിയാക്ടറിൽ നിന്ന് കിട്ടും. ഒരു 5 വർഷം കൊണ്ട് ഇന്ത്യ ന്യൂക്ലിയർ ആയുധങ്ങളുടെ എണ്ണത്തിൽ ചൈനയൊക്കെ പുഷ്പം പോലെ മറികടക്കും. ഇത്തരം ഒരു റിയാക്ടർ ഇന്ത്യക്കും റഷ്യക്കും മാത്രമേ ഇന്ന് ലോകത്തിലുള്ളൂ. അപ്പോ ചൈനയ്ക്കുമില്ല, US-നുമില്ല. അതുകൂടാതെ തന്നെ തോറിയം ഉപയോഗിക്കുന്ന ഒരു സാധാരണ പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടറുണ്ട്. സാധാരണയുള്ള നമ്മുടെ ആണവ ഊർജ ഉൽപാദന കേന്ദ്രങ്ങൾ അത് പലയിടത്തുമുണ്ട്. കൽപ്പാക്കത്തുണ്ട്, ട്രോംബയിലുണ്ട്, കൂടംകുളത്തുണ്ട്. അവിടെയൊക്കെ തന്നെ ഈ തോറിയം ഉൾപ്പെടെയുള്ള ഒരു വസ്തു ഉപയോഗിച്ചിട്ട്, തോറിയവും യുറേനിയവും കൂടി മിക്സ് ചെയ്തിട്ട് അത് ഫ്യൂവലായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ടെക്നോളജി ഒരു ഇന്ത്യൻ വംശജന്റെ കമ്പനി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അദ്ദേഹം ഇപ്പൊ അമേരിക്കൻ പൗരനാണ്, പക്ഷെ അദ്ദേഹം ഇന്ത്യൻ വംശജനാണ്, വടക്കേ ഇന്ത്യക്കാരനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കമ്പനിയാണ് അത് വികസിപ്പിച്ചിരിക്കുന്നത്. അവരാണ് ഇനി ഇന്ത്യയിൽ കുറെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ തോറിയം വരും ദിവസങ്ങളിൽ വലിയ മൂല്യമുള്ള ഒരു വസ്തുവായിട്ട് ഇനി മാറാൻ പോവുകയാണ്. ആരൊക്കെ എതിർത്താലും കേരളത്തിലെ തോറിയം ഖനനം ചെയ്യപ്പെടുമെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം ഇത്ര അമൂല്യമായ വസ്തു ഒരു സ്ഥലത്തുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഒരു സർക്കാരിന് കണ്ണുകെട്ടി ഇരിക്കാൻ പറ്റില്ല. പഴയതുപോലെ സമരം ഇനി വിജയിക്കില്ല. അവിടെ ഈ തോറിയം ഖനനം തുടങ്ങും. പൊതുമേഖലയിൽ തന്നെ ആയിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വകാര്യ കമ്പനികൾക്ക് ഇനി കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ഒരുപാട് പശ്ചാത്തലം ഉള്ളപ്പോഴാണ് ഈ കർത്തായ്ക്കെതിരെയുള്ള ഈ നടപടി വരുന്നത്. അതിന്റെ പിന്നില് നമ്മൾ ഉദ്ദേശിക്കാത്ത
ഒരുപാട് സംഭവ വികാസങ്ങൾ ഉണ്ടാകാം. അല്ലെങ്കിൽ സംഘവുമായിട്ട് ഇത്രയും അടുത്ത ബന്ധം നിലനിർത്തുന്ന രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന്റെ പല നേതാക്കന്മാരുമായിട്ടും വ്യക്തിപരമായിട്ട് അടുപ്പമുള്ള, ഞാൻ പേരൊന്നും പറയുന്നില്ല, അവർക്കും അറിയാം, ഇത് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം ആരൊക്കെയാണ്. അങ്ങനെയുള്ള ഇത്രയധികം സ്വാധീന ശേഷിയുള്ള ഒരു വ്യക്തിക്ക് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു രാഷ്ട്രീയ നിരീക്ഷകനായ ജയശങ്കർ പറഞ്ഞ പോലെ VM സുധീരൻ ഒഴിച്ച് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും കർത്തായുടെ പണം കൈപ്പറ്റിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ എന്തോ വിലപിടിപ്പുള്ള ഒരു കണ്ടെത്തൽ കേന്ദ്ര സർക്കാരിന്റെ കൈവശം ആർക്കൊക്കെ പരിക്കേറ്റാലും കേന്ദ്രം ഈ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകും. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ആരെയൊക്കെ കുരുതി കൊടുക്കേണ്ടി വന്നാലും എന്ന് ഞാൻ പറയുമ്പോൾ അതിന് പ്രത്യേക പ്രസക്തി. അതായത് അതിനേക്കാളൊക്കെ വലിയൊരു ഒരു നിധിയായിരിക്കാം ഈ മാസപ്പടി കേസിന്റെ പിന്നിലുള്ളത്. അത് കാരണമാണ് ആർക്കും ഈ കേസ് അട്ടിമറിക്കാൻ സാധിക്കാത്തത്. ഈ കേസിൽ കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് ഒരുപാട് വിവരങ്ങൾ അവരുടെ കൈവശം എത്തിച്ചേരാൻ പോവുകയാണ്. ഒരുപക്ഷെ നിർണായകമായ ഒരുപാട് വിവരങ്ങൾ ഇപ്പോൾ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ടാകും. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരും, അതായത് നമ്മുടെ ഒരു പഴഞ്ചൊല്ല് വെച്ചിട്ട് തന്നെ നമുക്ക് പറയാം, അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്നുള്ള രീതിയിലാണ് കേരള രാഷ്ട്രീയത്തിൽ ഈ കർത്തായുടെ പണം പോക്കറ്റിലേക്ക് എത്താത്ത ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് ഒരുപക്ഷെ ശ്രീ VM സുധീരനായിരിക്കാം. അപ്പൊ പഴയ മുദ്രാവാക്യം വീരാധീര VM സുധീര ധീരതയോടെ നയിച്ചോളൂ എന്ന് കോൺഗ്രസ്സുകാർ വീണ്ടും വിളിക്കേണ്ട വരുമോ? കേരളത്തിലെ ഈ കേസന്വേഷണം പുരോഗമിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത വഴിത്തിരിവുകൾ ഈ കേസന്വേഷണത്തിൽ ഉണ്ടാകുമോ? കേരളത്തിന്റെ രാഷ്ട്രീയ മേഖലയിലെ വിഗ്രഹങ്ങൾ പലതും ഉടഞ്ഞു വീഴുമോ? ഇപ്പോ ജീവിച്ചിരിപ്പില്ലാത്ത കഴിഞ്ഞ കാലത്തെ വിഗ്രഹങ്ങളുടെ കാലുകളൊക്കെ തന്നെ ചെളി, അത് ഇംഗ്ലീഷിലെ ഒരു പ്രയോഗമാണ്. വിൽ വി റിയലൈസ് ദാറ്റ് അവർ ഐഡൽസ് ഹാഡ് ദ ഫീറ്റ് ഓഫ് ക്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് ഈ അന്വേഷണം ഉയർത്തുന്നത്. അതായത് ഇത് വെറും ഒരു കോഴ, രാഷ്ട്രീയക്കാരുടെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകൾക്ക് കൊടുത്ത അനധികൃതമായ പൈസയോ, അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകൾ അനധികൃതമായിട്ട് പൈസ വാങ്ങിച്ചിട്ട് അത് സോഴ്സ് മറച്ചു വെച്ചുകൊണ്ട് മണി ലോണ്ടറിങ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന ഒരു കുറ്റകൃത്യമായിട്ട് അത് മാറുകയോ കള്ളപ്പണം വെളുപ്പിക്കുകയോ അതൊന്നും ആണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഏത് രാഷ്ട്രീയ നേതാവിന്റെ കുടുംബമാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കാൻ പോകുന്നത്? അവർക്കൊക്കെ നേരെ ED അന്വേഷണം വരേണ്ടത് അല്ലേ? പിണറായി 10 കൊല്ലം മുഖ്യമന്ത്രിയായിരുന്ന പിണറായിക്ക് അതിനപ്പുറത്തെ എന്തൊക്കെയോ കാര്യങ്ങൾ അറിയും. ആ കാര്യങ്ങളിലേക്ക് ഒരുപക്ഷെ പിണറായി വിജയൻ തന്നെ അതൊക്കെ വെളിപ്പെടുത്തേണ്ടവരുടെ മുന്നിൽ വെളിപ്പെടുത്തിയേക്കാം വരും ദിവസങ്ങൾ. ഇതിന് പിന്നിൽ ഇത്രയധികം ദുരൂഹതകൾ ഒളിഞ്ഞു കിടക്കുന്ന ഒരു കേസുണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ നിന്ന് ഞാൻ കരുതുന്നില്ല. ഈ കേസ് അന്വേഷണത്തിൽ അല്ലെങ്കിൽ ഇത്രയധികം ഒരു ആരെല്ലാം സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടും ഇതൊരു യഥാർത്ഥത്തിൽ ഈ പറയുന്ന 2-2.5 കോടി രൂപയുടെ ഒരു കൈക്കൂലി എന്ന് പറയുന്നത് ഒരുപക്ഷെ അത് അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്ന വലിയ അഴിമതികളുടെയും കേരളത്തിൽ തന്നെ നടന്നിട്ടുള്ള വലിയ അഴിമതി, ഇപ്പൊ 170-180 കോടി രൂപയാണ് എന്ന് തന്നെ നമ്മൾ കൂട്ടുക. എന്നാൽ പോലും അതൊരു ചെറിയ തുകയാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അതിനില്ലാത്ത ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു പ്രാധാന്യം ഇതിന് വന്നെങ്കിൽ അതിന് ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ഇന്ന് എനിക്കോ നിങ്ങൾക്കോ അറിഞ്ഞുകൂടാ. പക്ഷെ അത് കാരണങ്ങൾ ഉണ്ടോ എന്ന് തന്നെ നമുക്ക് വിലയിരുത്താനുള്ള എല്ലാ വസ്തുതകളും ഇപ്പോ ഈ കേസിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ എത്തുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഇത് എവിടെ എത്തപ്പെടും? ഈ അന്വേഷണം ഇതിൽ ആരൊക്കെ പ്രതികളാക്കപ്പെടും? വരും ദിവസങ്ങളിൽ ഇത് കേരളത്തിന്റെ രാഷ്ട്രീയത്തെ മാത്രമല്ല സാമൂഹിക പല ഘടകങ്ങളെ ഇത് മാറ്റിമറിക്കുമോ എന്നൊക്കെയുള്ള അതീവ ഗൗരവമായ ചോദ്യങ്ങൾ ഇവിടെ. ഇതിവിടെ കൊണ്ടൊന്നും നിൽക്കാൻ പോകുന്നില്ല എന്ന് നമുക്ക് ധൈര്യമായിട്ട് 100% ഉറപ്പോടുകൂടി പറയാമെന്നാണ് ഞാൻ കരുതുന്നത്. അതിൽ RSSO അല്ലെങ്കിൽ ജന്മഭൂമിയോ ഒക്കെ തന്നെ കർത്താരുടെ കയ്യിൽ നിന്ന് പൈസ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഈ വിഷയത്തിലൊക്കെ തന്നെ വളരെയധികം ദുരൂഹതകൾ ബാക്കി നിൽക്കുകയാണ്. ഈ കരിമണൽ കമ്പനിക്കെതിരായ സമരം ആലപ്പുഴ ജില്ലയിൽ നടന്നപ്പോൾ ഞാൻ ആ കാലഘട്ടത്തിൽ ഹിന്ദുവിന്റെ ആലപ്പുഴ ജില്ലാ ലേഖകനായിരുന്നു.
പലപ്പോഴും ദുരൂഹമായ പല വസ്തുതകളും നമുക്കുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ എൻ്റെ ഓഫീസിലിരുന്ന് ഞാൻ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരാൾ എനിക്കൊരു കവർ കൊടുത്തു. ഞാൻ കവർ വാങ്ങിച്ചു വെച്ചു. അതൊരു പ്രസ് റിലീസാണ്, അല്ലാതെ കവർ എന്ന് പറഞ്ഞ പൈസ ഒന്നും. ഞാൻ ആ കവർ വാങ്ങിച്ചു വെച്ചു. അപ്പോ കേരളത്തിൽ നിന്നുള്ള കരിമണൽ കള്ളക്കടത്തിനെ കുറിച്ചുള്ള വിശദാംശങ്ങളുള്ള ഒരു കവറാണ്. ഈ വ്യക്തിയെ പെട്ടെന്ന് ഞാൻ ഒരു നിമിഷം വൈകിപ്പോയി. ഞാൻ എൻ്റെ വർക്കിൽ ശ്രദ്ധിച്ച് ഞാൻ ആ കവർ പൊട്ടിച്ചു നോക്കിയപ്പോൾ ഞാൻ ഒരു നിമിഷം കൊണ്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം കാറിൽ കയറി പോയി കഴിഞ്ഞു. അത് ഞാൻ ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോയി. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ നിന്നുള്ള കരിമണൽ കള്ളക്കടത്തിന്റെ ഒരു പല കാര്യങ്ങളും അതിനുള്ളിലുണ്ടായിരുന്നു. അത് അന്നത്തെ ആ റിപ്പോർട്ട് അനുസരിച്ച് അതിൽ അധോലോകം ദാവൂദ് ഇബ്രാഹിമിന്റെ ഡി കമ്പനി പോലും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ആ പ്രസ് റിലീസിൽ എഴുതിയിരുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. നമുക്ക് ആധികാരികത ഇല്ലാതെ ഒരു വാർത്ത നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? ആർക്കും എന്തും എഴുതാവില്ല. പക്ഷെ അതിൽ ഒരുപാട് സത്യങ്ങൾ എഴുതിയിരുന്നു എന്നുള്ളതും, ഈ പ്രദേശത്തു നിന്നും ഈ ആറാട്ടുപുഴ പഞ്ചായത്തിൽ നിന്നും കരിമണൽ കള്ളക്കടത്തായിട്ട് തമിഴ്നാട്ടിലേക്ക് പോകുന്നതിന്റെ വിശദമായ വിവരങ്ങളും റൂട്ടുകളും ഒക്കെ അതിൽ പ്രതിപാദിച്ചിരുന്നത് പിന്നീട് സത്യമാണെന്ന് ഞാൻ അന്വേഷിച്ചപ്പം ബോധ്യമായി. വള്ളത്തിൽ കൊണ്ടുവരുന്നതിന് ആ പ്രദേശത്തുള്ള ഒരു ഒരു പ്രസ്ഥാനത്തിന് പൈസ കൊടുക്കണം. ഒരു വള്ളത്തിന് 2000 എങ്ങാണ്ടാണ് ആ കാലഘട്ടത്തിൽ. അപ്പൊ ഇങ്ങനെ ഈ കരിമണലിന്റെ കള്ളക്കടത്ത് ഇപ്പോഴും ഈ ഭരണകക്ഷിയിലെ 2 MLA തമ്മിൽ ഈ കഴിഞ്ഞ ദിവസം തർക്കമുണ്ടായി. നിങ്ങൾ ശ്രദ്ധിച്ചാണ്, ജി സുധാകരൻ കുട്ടനാട് MLA-ക്കെതിരെ, കോൺഗ്രസിന്റെ കുട്ടനാട് MLA-ക്കെതിരെ വലിയ ആരോപണം ഉന്നയിച്ചു. ഇത് കരിമണൽ കടത്താൻ വേണ്ടിയിട്ടാണ് ഇയാൾ അവിടെ വന്നത് എന്നൊരു ആരോപണം ഉന്നയിച്ചു. സുധാകരന്റെ മണ്ഡലത്തിന്റെ പരിധിയിൽപ്പെടുന്ന സ്ഥലമാണ്. ഈ കരിമണൽ ഖനനത്തിനെതിരെ അന്ന് വലിയ പോരാട്ടം നടത്തിയത് VM സുധീരൻ. രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടായിരിക്കാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതെല്ലാം കൂട്ടിക്കൊഴിഞ്ഞു കിടക്കുന്ന ഒരു വിഷയമാണ്. കരിമണൽ വിഷയം കേരള രാഷ്ട്രീയത്തെ വീണ്ടും പ്രകമ്പനം കൊള്ളിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. വരുന്ന ദിവസങ്ങളിൽ ഇത് എങ്ങോട്ട് തിരിയുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ വില്ലന്റെ സ്ഥാനത്ത് നിൽക്കുന്നവര് സാക്ഷികളാകുമോ? ഇപ്പോൾ നമ്മൾ വലിയ സ്ഥാനം കൊടുത്തിരിക്കുന്ന പലരും വില്ലന്മാരാകുമോ? കണ്ടറിയാം. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് വിശകലനങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. ഒരിക്കൽ കൂടി നമസ്കാരം. നമസ്കാരം.